മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു ഗ്രാമം, ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലം, മതിയാവോളം കാഴ്ചകളും മനസ്സും ശരീരവും തണുത്ത കാറ്റിൽ കോടമഞ്ഞിൽ മതിമറന്നുല്ലസിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം. അതാണ് നമ്മുടെ കക്കാടംപൊയിൽ. ആരെയും കാത്തു നിൽക്കാതെ ഒറ്റയ്ക്ക് വേണമെങ്കിലും KSRTC ബസ്സിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. കുറച്ചായി നമ്മൾ ഇവിടെ നിന്ന് ബസ്സിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് മാത്രമായിരുന്നു ട്രിപ്പുകൾ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മാത്രമാണ് നായാടംപൊയിലേക്ക് ബസ്സുകൾ പോകുന്നത്. കക്കാടംപൊയിൽ കഴിഞ്ഞിട്ടാണ് നായാടംപൊയിൽ എന്ന് പറയുന്ന അങ്ങാടി വരുന്നത്. നായാടംപൊയിൽ നിന്നുമാണ് നമുക്ക് കക്കാടംപൊയിലെ കുരിശുമലയിലേക്കൊക്കെ പോകേണ്ടത്. ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത്. 7:10 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും എടുക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കാണേണ്ടി വരും. പിന്നെ കോഴിക്കോട് ടൗണിൽ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇതേപോലെയാണ് റോഡിൻ്റെ അവസ്ഥ. ബസ് എടുത്ത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ടിക്കറ്റ് ഇതാ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും നായാടംപൊയിലേക്ക് 71 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഈ പോകുന്ന വഴിയിൽ ഒരുപാട് വലിയ കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതാ കുന്നമംഗലത്തെത്തി. ഇനി നമ്മൾ മുക്കത്തേക്കാണ് പോകുന്നത്. നേരെ പോകുന്ന റോഡേ താമരശ്ശേരിയും കഴിഞ്ഞ് താമരശ്ശേരി ചുരം കയറിയിട്ട് വയനാട്ടിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലാണ് NITയും അതേപോലെ തന്നെ KMCT ഹോസ്പിറ്റലും വരുന്നത്. ഫ്രണ്ട് സീറ്റേ ഒരു സുഖമല്ല. കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുൻപിൽ ഒരു ചെറിയ സീറ്റും കൂടെ വരുന്നുണ്ട്. അവിടെയും കയറിയിരിക്കും. അപ്പോൾ വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മഴ പെയ്താൽ പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ വീഡിയോ എടുക്കലേ നല്ല പണിയാണ്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ അഗസ്ത്യാർമൊഴി എത്തി. ഇവിടെ നിന്നും നേരെയാണ് പോകേണ്ടത്. നമ്മളെന്തായാലും മുക്കം അങ്ങാടിയിൽ പോയിട്ട് മുക്കം ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. എട്ട് 20 സമയത്താണ് നമ്മൾ ഈ ഒരു മുക്കം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് അത്യാവശ്യം ആളുകളൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോവാണ്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും തിരുവമ്പാടിയിലേക്ക് ഇതാ എത്തുകയാണ്. ഈ ഒരു തിരുവമ്പാടിയിൽ നിന്നുമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. തിരുവമ്പാടിയിൽ നിന്നും മുത്തപ്പൻ പുഴയിലേക്കും അതേപോലെ തന്നെ കല്ലംപുല്ല് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് 8:40 ആവുന്ന സമയത്താണ് തിരുവമ്പാടിയിൽ ഈ ഒരു ബസ് എത്തുക. തിരുവമ്പാടിയിൽ നിന്നും നമ്മൾ പോകുന്ന കക്കാടംപൊയിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട്. അതേപോലെ തന്നെ മലപ്പുറം നിലമ്പൂരിൽ നിന്നും കക്കാടംപൊയിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട്. കക്കാടംപൊയിലേക്ക് നിലമ്പൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഈ ഒരു തിരുവമ്പാടിയിൽ നിന്നും വരുന്ന ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. 9 മണിയാവുന്ന സമയത്ത് 9:02 ആവുന്ന സമയത്ത് നമ്മൾ കൂടരഞ്ഞി എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. കൂടരഞ്ഞി ടൗണിൽ മാത്രമേ ആ ഒരു മഴ ഉണ്ടായിരുന്നുള്ളൂ. കൂമ്പാറയിലെത്തി. ഇവിടെ നിന്നും കക്കാടംപൊയിലേക്ക് 8 കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട്. നിങ്ങൾ കോഴിക്കോട് നിന്നാണ് കക്കാടംപൊയിലേക്ക് വരുന്നതെങ്കിൽ 48 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. തിരുവമ്പാടിയിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ 19 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. തിരുവമ്പാടിയിൽ നിന്നും കക്കാടംപൊയിലേക്ക് 30 രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത്. കൂമ്പാറയിൽ നിന്നും ഈ ഒരു ലെഫ്റ്റിലേക്കുള്ള റോഡിന് കയറ്റം കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. കൂടരഞ്ഞിയിൽ നിന്നും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും റോഡ് അങ്ങ് മാറും. മലയോര ഹൈവ തുടങ്ങും. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി റോഡാണ്.
റോഡ് മാത്രമല്ല, കാണുന്ന കാഴ്ചകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും തണുപ്പും കോടമഞ്ഞും പിന്നെ ഇതേപോലത്തെ 2-3 ഹെയർപിന്നും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബസ്സിനകത്ത് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടോ? നമ്മളെപ്പോലെ തന്നെ കക്കാടംപൊയിൽ കാണാൻ വന്നിട്ടുള്ള ആളുകളാണ്. ഈ ഒരു ബസ്സിനകത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട്. രാവിലെ 10 മണിയാവുമ്പോഴേക്കും നമ്മൾ നായാടംപൊയിലെത്തും. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. കൂമ്പാറയിലും കക്കാടംപൊയിലും ഒക്കെ ഒരുപാട് ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അവിടുന്ന് സ്ഥലം വിറ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് വീട് വെച്ച് പോയി. കക്കാടംപൊയിലുള്ള സ്ഥലങ്ങളെല്ലാം പുറത്തുള്ള ആളുകൾ വാങ്ങിയിട്ടേ ഇപ്പം ഒരുവിധം എല്ലാ മലയുടെ മുകളിലും റിസോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊറോണ വന്ന കാലത്ത് നമുക്കറിയാം ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് നമുക്ക് അന്ന് മനസ്സിലായതാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് യാത്ര ചെയ്ത് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ട് കിട്ടുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് നമ്മൾ കുറച്ചാളുകളെങ്കിലും പഠിച്ചിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരാനേ നോക്കണ്ട, മൊത്തമായിട്ട് ബ്ലോക്കായിരിക്കും. അത്രത്തോളം ആളുകളാണ് വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലും മോശമൊന്നുമില്ല, നല്ല പോലെ ആളുകളുണ്ട്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു സ്ഥലത്തെല്ലാം കാപ്പിയും കൊക്കോയും കുരുമുളകും അടക്കയും വാഴക്കൃഷിയും വാനിലയും തെങ്ങ് കൃഷിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെയുള്ള കൃഷികളെല്ലാം നശിച്ചതോട് കൂടിയിട്ടേ ഇവിടെ ഇപ്പം കോഴി ഫാമും അതേപോലെ തന്നെ മറ്റു ഫാമുകളും ഒക്കെയാണ് ഇപ്പം ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവാനേ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആ റൈറ്റ് സൈഡിലിരിക്കുന്ന മോനെ കണ്ടോ? അവൻ കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷനും അതേപോലെ തന്നെ ആ ഒരു മുഖത്ത് വരുന്ന സന്തോഷവും നോക്കിയാൽ മതി നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇന്ന് വരെ പോവാത്ത റൂട്ടും അതേപോലെ തന്നെ കാണാത്ത കാഴ്ചകളും കാണുന്ന സമയത്തെ നമ്മുടെ മുഖത്ത് അറിയാതെ ഇതേപോലെ സന്തോഷം ഉണ്ടാവും. മുകളിലേക്ക് എത്തുന്ന സമയത്തെ ഇങ്ങനെ കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്, അതോടൊപ്പം തണുപ്പും. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മളിതാ കക്കാടംപൊയിലേക്ക് എത്തുകയാണ്. ഈ ഒരു കയറ്റം കയറി മുകളിലെത്തിയാൽ നമ്മൾ കക്കാടംപൊയിലെത്തി. ഈ ഒരു അങ്ങാടിയിൽ വരെയാണ് ഒരുവിധം എല്ലാ ബസ്സുകളും വരാറുള്ളത്. നമ്മൾ ഇവിടുന്ന് മുൻപോട്ട് പോകും നായാടംപൊയിൽ വരെ. അവിടേക്ക് 4 കിലോമീറ്ററിനടുത്ത് ദൂരമാണ് ഇവിടെ നിന്നുള്ളത്. കക്കാടംപൊയിൽ അങ്ങാടി കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ ഒരു റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ചയും ഭംഗിയും എല്ലാം ഒന്ന് വേറെ തന്നെയാണ്. അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കാണാനുള്ളതാണ് കോഴിപ്പാറ വാട്ടർഫാള്. അത് ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ. ഇവിടുന്ന് നിലമ്പൂരിലേക്ക് 23 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ. നിലമ്പൂർ റോഡിന് കുറച്ച് മുൻപോട്ട് പോയിട്ടാണ് ഫോഗി മൗണ്ടൻ എന്ന് പറയുന്ന അഡ്വഞ്ചർ പാർക്ക് ഉണ്ടായിരുന്നത്. അവിടെയാണ് ദിലീപിൻ്റെ പ്രിൻസ് എന്ന ഫിലിമിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലുമുണ്ട് സ്കൈ വേവ് എന്ന് പറയുന്നൊരു പാർക്ക്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഈ ഒരു വീട് എങ്ങനെയുണ്ട്, നമ്മൾ വരച്ചു വെച്ച പോലെയുള്ള ഒരു ഫ്രെയിമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്തെ ഈ ഒരു വീടും അതിൻ്റെ കാഴ്ചയും ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ഇവിടുത്തെ വ്യൂ. ഇപ്പം അതിന് മുൻപിൽ തട്ടുകടയും അതേപോലെ തന്നെ ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ വന്നു. അതേപോലെ തന്നെ ഈ ഒരു വീട് ഒരു ഫിലിമിനകത്തും ഉണ്ട്. അതേതാണ് ഫിലിം എന്ന് നിങ്ങൾക്കറിയെങ്കിലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടുന്ന് താഴോട്ട് പോയിട്ടാണ് കോഴിപ്പാറ വാട്ടർഫാളും അതേപോലെ തന്നെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട് സ്കൈ വേവ്. അതും എല്ലാം ഈ റൂട്ടിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ പോകുന്നത് നായാടംപൊയിലേക്കാണ്. ഇനി അങ്ങോട്ടേ റോഡിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ആ താഴെ ഭാഗത്ത് കാണുന്നത് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പാർക്ക്.
ഒരുവിധം എല്ലാ ആളുകളും കക്കാടംപൊയിൽ ഇറങ്ങി. അവിടുന്ന് അങ്ങോട്ടേ നമ്മളെപ്പോലെ നായാടംപൊയിലെ കുരിശുമല കാണാൻ വന്നിട്ടുള്ള ആളുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കക്കാടംപൊയിൽ വരുന്ന സമയത്തെ വലിയ ആളുകൾക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളും അതേപോലെ തന്നെ കുട്ടികൾക്ക് അഡ്വഞ്ചർ പാർക്കുകളും പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളും ഇവിടെയുണ്ട്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും മൊത്തമായിട്ട് പച്ച പുതച്ച കാഴ്ച. ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട്. നല്ല കുഴികളാണ്, നേരിട്ട് പോയി ചാടിയാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കയറ്റവും കയറി ഭംഗിയുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിതാ നായാടംപൊയിലേക്ക് എത്തുകയാണ്. ഈ ഇറങ്ങിയിട്ടുള്ള ആളുകളെല്ലാം നമ്മളെപ്പോലെ ഇവിടെ കാണാൻ വന്നിട്ടുള്ള ആളുകളാണ്. നമ്മളെപ്പോലെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെന്ന് അറിയുമ്പം ഒരു വല്ലാത്ത സന്തോഷം. നമ്മളിവിടെ ഇറങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് മൊത്തമായിട്ട് കോട വന്ന് മൂടി. ഇതാണ് നായാടംപൊയിൽ അങ്ങാടി. ആ ഒരു വണ്ടി കയറി വരുന്ന റോഡില്ലേ, അതിലെയാണ് നമുക്ക് കുരിശുമലയിലേക്ക് പോകേണ്ടത്. നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടെ താഴെ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല തിരക്കാണെങ്കിൽ ഇവിടെ ഇതാ ഈ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നടന്നു പോകുന്നതാണ് നല്ലത്. ഇവിടെ നിന്നും ജീപ്പിനകത്ത് നമുക്ക് കുരിശുമലയുടെ മുകളിലേക്ക് പോകാൻ പറ്റും. ജീപ്പിനകത്ത് പോയാലും നമുക്ക് ഒരുപാട് നടന്നിട്ട് പോകാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ജീപ്പിനകത്ത് പോവുകയാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമാണ് ജീപ്പിനകത്ത് പോകാനുള്ളത്. പക്ക ഓഫ് റോഡാണ്, കട്ട ഓഫ് റോഡാണ്. ആ ഒരു ഓഫ് റോഡ് കയറിയിട്ട് വേണം ജീപ്പ് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു ജീപ്പിന് 800 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ജീപ്പിനകത്ത് പോവുകയാണെങ്കിൽ ഒരു ഓഫ് റോഡ് വൈബ് നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇല്ലെങ്കിൽ നടക്കാനാവുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നടന്നിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു വൈബും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. കോടമഞ്ഞിനിടയിൽ നിൽക്കുന്ന KSRTC ബസ് എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുത്ത കാറ്റും മൊത്തമായിട്ട് കോടമഞ്ഞും. ഇപ്പം സമയം 10 മണിയായി. നായാടംപൊയിൽ അങ്ങാടിയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതേപോലെ കോടമഞ്ഞാണ്. എന്തായാലും 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് ഇതാ തിരിച്ചു പോവാണ്. ആ ഒരു കോടമഞ്ഞിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന KSRTC ബസ് കാണാനേ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. പക്ഷെ വീണ്ടും കോടമഞ്ഞിനുള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്. കക്കാടംപൊയിൽ നിന്നും ഈ ഒരു നായാടംപൊയിലേക്ക് ഈ ഒരു ബസ് മാത്രമാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബസ് തിരിച്ചെത്തുന്നത് രാത്രിയിലാണ്. ബസ്സിനകത്ത് വരുന്ന സമയത്ത് തിരിച്ചുപോക്ക് കുറച്ച് റിസ്ക് ആണ്. പക്ഷേ ഈ ഒരു നായാടംപൊയിൽ നിന്നും ഓട്ടോയോ അതേപോലെ തന്നെ ജീപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടും കക്കാടംപൊയിലേക്ക്. കക്കാടംപൊയിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്നും കോഴിക്കോടേക്കും തിരുവമ്പാടിക്കും മലപ്പുറം ഭാഗത്ത് നിലമ്പൂരിലേക്കും ഒക്കെ നിങ്ങൾക്ക് ബസ്സുകൾ കിട്ടും. ഈ ഒരു റോഡിന് നമുക്ക് കുറച്ച് താഴോട്ട് നടക്കണം. ബൈക്കൊക്കെ എടുത്താണ് വരുന്നെങ്കിൽ നമുക്ക് താഴെ ഭാഗത്ത് കൊണ്ടുപോയി ബൈക്ക് വെക്കാൻ പറ്റും. നമ്മൾ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലത്തെ ചായകുടിയും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു നായാടംപൊയിൽ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പം നിൽക്കുന്നതിൻ്റെ ഇവിടെ ഒരു തട്ടുകടയുണ്ട്. അവിടുന്ന് ഒരു ബ്രെഡ് ഓംലേറ്റും ചായയും കുടിച്ചു. ആ ഒരു കടയുടെ ഉൾഭാഗമൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കിയാലേ ചിലപ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നൂല. കണ്ണടച്ച് കിട്ടിയതും കഴിച്ച് നമ്മളിതാ മല കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം തുടങ്ങുകയാണ്. നല്ല കുത്തനെയുള്ള കയറ്റാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഇതേപോലെ റൈറ്റ് സൈഡിൽ കുറേ റിസോർട്ടുകളും കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഈ ഒരു കോടമഞ്ഞിനിടയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വൈബ് തന്നെയാണ്. എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇതേപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ ഇവിടുന്ന് ഇതാ റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് മുകളിലേക്ക് കയറുമ്പോഴേക്കും റോഡിൻ്റെ സ്ഥിതി ഇതേപോലെയാണ്. കട്ട ഓഫ് റോഡാണ്. അങ്ങനെ 2-3 വലിയ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി മുകളിലേക്ക് എത്തുന്ന സമയത്തെ ഈ ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലം കണ്ടോ, ഇവിടെ വരെ മാത്രമാണ് ജീപ്പുകൾ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കയറ്റം നമ്മൾ നടന്ന് തന്നെ പോകണം. ഇവിടുന്ന് അങ്ങോട്ടേ കയറുന്ന സമയത്ത് തന്നെ ഈ ഒരു പുല്ലുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം ആളുകൾ വരുന്നുണ്ടെന്ന്. എന്തായാലും നമ്മൾ കയറ്റം അങ്ങ് തുടങ്ങി.
അതൊരു യമണ്ടൻ മലയാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ മുകളിലൊക്കെ പൊട്ടുപോലെ നിങ്ങൾക്ക് ആളുകളെ കാണാൻ പറ്റും. നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മലയുടെ മുകളിൽ കയറിയാലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ ആ ഒരു മലയുടെ മുകളിൽ നമ്മൾ കയറി മുകളിലെത്തിയാലേ ഒരുവിധം എല്ലാ ലോകവും നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഇതിന് മുൻപ് വന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ടുണ്ട്. എന്തായാലും കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ഇതേപോലത്തെ പച്ച പുതച്ച് കിടക്കുന്ന കുന്നുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു കുന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു സമയത്തെ കോട കുറവായതുകൊണ്ടാണ് ഇത്രത്തോളം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ചില സമയത്തെ ഇവിടെയൊക്കെ തൊട്ടടുത്തുള്ള ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടയായിരിക്കും. ഇവിടെ വരുന്ന സമയത്തെ നമുക്ക് നടക്കാനാവുമെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ എത്തുന്ന സമയത്തെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ശരിക്കും നമ്മൾ പറന്നു പോവും എന്ന് തോന്നും. അത്രത്തോളം ശക്തിയായിട്ടാണ് കാറ്റടിക്കുന്നത്. മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ, ഗവി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്തും ഇതേപോലെ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന മലകളും കുന്നുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്ന സമയത്തും. മലബാറിൻ്റെ ഊട്ടിന്നും അതേപോലെ തന്നെ മലബാറിൻ്റെ ഗവിന്നും അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ഒരു സ്ഥലത്തിന്. താഴെ ഭാഗത്ത് കാണുന്നത് കണ്ടോ, അതാണ് ഇവിടുത്തെ കുരിശ്. നമ്മളിപ്പം നിൽക്കുന്നത് കുരിശുമലയുടെ മുകളിലാണ്. ഏറ്റവും ഭംഗിയായിട്ട് കക്കാടംപൊയിലിനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്. മഴക്കാലത്ത് ഇതേപോലത്തെ സ്ഥലത്ത് വരുന്ന സമയത്തെ ഇങ്ങനത്തെ വാട്ടർഫാളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിയാലും 360 ഡിഗ്രിയിൽ കാഴ്ചകൾ തന്നെയാണ്. മലയുടെ മുകളിൽ നിന്നും കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന മലയും കുന്നും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കോടമഞ്ഞ് വരുന്ന സമയത്തുള്ള വൈബേ അതൊന്ന് വേറെ തന്നെയാണ്. എന്തായാലും കോടമഞ്ഞ് വരണം, കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു മലയുടെ അങ്ങേ ഭാഗത്തുനിന്നേ കോട കയറിയിട്ട് വരുന്നുണ്ട്. ഇവിടേക്ക് എത്തുവാവോ? ഇവിടെ നല്ല കാറ്റാ. കാറ്റെന്ന് വെച്ചാലേ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കോടമഞ്ഞ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്തെ ഒരു 2-3 ആളുകൾ ഇതാ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവരും നമ്മളെപ്പോലെ തന്നെ ഈ ഒരു സ്ഥലം കാണാൻ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സമയം ഇവിടെ നോക്കി നിന്നു. അതിനുശേഷം ഇതാ താഴെ ഭാഗത്ത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കുരിശില്ലേ, ആ ഒരു കുരിശിനടുത്തേക്കാണ് ഇവർ പോകുന്നത്. ആ ഒരു കുരിശിനടുത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണുക. എന്തായാലും അവർക്കും ഉണ്ടാവുമല്ലോ നമ്മളെപ്പോലെ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാനൊരാഗ്രഹം. ആളുകളൊക്കെ പോകുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ പോയിട്ട് കാണുന്നുണ്ട്. ഞാൻ കുറേ സമയം അവരെ പിന്നാലെ തന്നെയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലുമാണ് കക്കാടംപൊയിൽ പരന്നു കിടക്കുന്നത്. എന്തായാലും ഒരുപാട് സമയം ഫോഗ് വരാൻ വേണ്ടി കാത്തു നിന്നിട്ട് അവസാനം ഇതാ ചെറുതായിട്ട് കോടമഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ആ ഒരു കോടമഞ്ഞ് വന്നപ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ ഒരു ചെറിയ ചാറ്റൽ മഴയും വന്ന്, അപ്പോഴേക്കും നല്ല കാറ്റും ഒരു രക്ഷയില്ലാത്ത തണുപ്പും. എന്തായാലും ഇവിടുത്തെ ഒരു വൈബേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും ഇവിടേക്കിങ്ങ് പോരി. രാവിലെ 10 മണിയാവുന്ന സമയത്ത് വന്നതാ, ഇപ്പം സമയം 2 മണിയായി. ഇവിടെ വന്ന് നിന്നാലേ സമയം പോകുന്നത് അറിയേയില്ല. എന്തായാലും നമ്മൾ താഴോട്ടിറങ്ങാണ്. ഇതാ ജീപ്പ് കിടക്കുന്നത് കണ്ടോ, ഇവിടെ വരെയാണ് ജീപ്പ് വരിക. നമുക്ക് വേണമെങ്കിൽ പോയിട്ട് വരുന്നവരെ ജീപ്പ് ഇവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ താഴോട്ടിറങ്ങുന്ന സമയത്ത് ആളുകൾ കയറി വരുന്നത് കണ്ടോ, ഇതേപോലെ തിരക്കാണ് ഇവിടെ. ഏതൊരു സമയത്ത് നിങ്ങൾ വന്നാലും, മഴക്കാലത്ത് പ്രത്യേകിച്ചും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്തെ കാണുന്ന ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ നമ്മളെ നാടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അവരെ കൂടെയാണ് നായാടംപൊയിൽ നിന്നും ഞാൻ കക്കാടംപൊയിലേക്ക് പോയിട്ടുള്ളത്. കക്കാടംപൊയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന ഈ ഒരു ബസ്സിനകത്താണ് തിരിച്ചു പോയിട്ടുള്ളത്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.